സോ ഗായ്സ് ഇന്ന് 2-ാം തീയതി. ഇന്ന് മെയ് 2 അല്ലേ? ഇന്ന് മെയ് 2. ഇട്ടും ഇറങ്ങിയിട്ടില്ല. റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു. കാരണം മഴയായിരുന്നു. നിങ്ങൾക്ക് വാർത്തയിലൊക്കെ കണ്ട പോലെ തന്നെ ഇന്നൊരു മഴ ദിവസമായിരുന്നു. പക്ഷെ വലിയ മഴയൊന്നുമില്ല. എന്നാലും അലർട്ടുണ്ടായിരുന്നു. പുറത്ത് ഇറങ്ങരുത്. ടൂറിസ്റ്റ് ഏരിയകളൊക്കെ, അതായത് ബീച്ച് മറ്റു സ്ഥലങ്ങളൊക്കെ എന്താ പറയുക അടച്ചിട്ടൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എവിടേക്കും ഇറങ്ങിയില്ല. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് റൂമിൽ തന്നെ കഴിച്ച് അങ്ങനെ കിടന്നു. ഇപ്പം നല്ല കാലാവസ്ഥ, നല്ല ഒക്കെ ഉണങ്ങി, നനഞ്ഞതൊക്കെ ഉണങ്ങി, അതായത് റോഡൊക്കെ ഉണങ്ങി നല്ല വൃത്തിയിലിങ്ങനെ കിടക്കുന്ന കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഈ റൂമിൽ ഇങ്ങനെ ഇരുന്ന് ഇതാവണക്കാട്ടി നല്ലത് സമയം ഇപ്പോൾ 7 മണി. ഇപ്പോൾ പോയാലും നമുക്കൊരു 12 മണി വരെ ഇറങ്ങാമല്ലോ. ഇവിടെ നൈറ്റ് തന്നെയല്ല രസം. അപ്പോൾ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങാണ്. ലക്ഷ്യമൊന്നുമില്ല, ഏത് ഭാഗത്തേക്കൊന്നുമില്ല. ഒന്നിരിക്കും കരാമ ഭാഗത്ത്, ഇല്ലെങ്കിൽ ദേര ഭാഗത്തേക്ക് എവിടേക്കെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങുക, കുറച്ച് നേരമൊക്കെ സ്പോയിൽ ചെയ്യാം, എന്നിട്ട് തിരിച്ചു പോരാം. സ്പോയിൽ ചെയ്യുക, കത്തിച്ച് കളയാം. അല്ല, സ്പോയിൽ ചെയ്യുക, കത്തിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. വെറുതെ കളയാൻ തന്നെ പോണത്. ഇല്ല ഇപ്പൊ റൂമിൽ സുഖമായിട്ട് കിടക്കണ്ട. മറ്റേ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്തത് പോയി ഇന്ന സ്ഥലത്തേക്ക്. ഇന്നിപ്പോൾ ടാർഗറ്റ് ഒന്നുമില്ല. ഇന്ന് വെറുതെ കളയാം. അപ്പോൾ റൂമിൽ ഇരുന്ന് ചടച്ചിട്ടായി പോണത്. നല്ലോണം ഇന്നിരുന്ന് മടുത്തു. ഇനിയിപ്പോൾ കിടന്നാൽ ചിലപ്പോൾ ഉറക്കം കൂടി വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നടന്നൊക്കെ ക്ഷീണിച്ച് കഴിഞ്ഞാൽ വന്നിട്ട് സുഖമായിട്ട് ഉറങ്ങാം. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് സ്പോയിൽ തന്നെയാണ്, അല്ലാതെ സ്പെൻഡ് അല്ല. ചിലപ്പം അത് നല്ലൊരു ഔട്ടോ വേറെ വിഷയം. പോയാലല്ലേ അറിയുള്ളൂ. നമ്മൾ അത് വന്നത് നന്നായി തോന്നും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് കത്തിക്കൽ തന്നെ ആവും. എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഓക്കെ. സോ ഗായ്സ്, ഞങ്ങളിതാ വൈകുന്നേരം 7:30 ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ. ഇന്നിവിടെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എവിടേക്കും ഇറങ്ങിയിട്ടില്ല. ഇന്ന് മെയ് 2-ാം തീയതി ഞങ്ങൾ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വേറെ ഒന്നിനെ മഴയാണ്. ഇവിടെ മഴയ്ക്കുള്ള അലർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നു. മഴ ഉണ്ടായിരുന്നു. കാലത്തൊക്കെ നല്ല മഴ പെയ്തിരുന്നു. അത്യാവശ്യം ഇവിടെ നനയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ആ ഷൂട്ടിലിട്ട് എൻ്റെ മഴൻ്റെത്. ഇപ്പം ഇരുന്ന് വൈകുന്നേരം മഴ മാറി. ഇപ്പം നല്ല അന്തരീക്ഷം. അപ്പം തോന്നിയൊന്ന് ഇറങ്ങി നടക്കാം. സോ വെറുതെ ഒന്ന് ഉലാത്താൻ വേണ്ടി ഇറങ്ങാണ്. ഇന്ന സ്ഥലം ലക്ഷ്യമൊന്നുമില്ല. ദേര കറാമ അങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത ഒരു ഇറക്കം. കുട്ടികളും റെഡിയായി. അപ്പം പിന്നെ അവരായിട്ട് അവരൊക്കെ പോകും. ഒന്ന് വെറുതെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് ലെഫ്റ്റ്. വാ പാലോട്ടി വായോ. ബാക്കിലുണ്ട് അല്ല. നമ്മളും കൂടെ ഇറങ്ങി. സോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മെയ് 2-ാം തീയതി 2024. ഇവിടെ ദുബായിൽ മഴയാണ്. ഓക്കെ. ഞങ്ങൾ ടൂറിൻ്റെ ഇന്ന് 11-ാമത്തെ ദിവസമാണ്. ഞങ്ങൾക്ക് പിന്നെ ഇതുവരെയൊക്കെ നല്ല കറങ്ങി ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇന്നിപ്പോൾ കാലത്ത് നീച്ചപ്പോൾ മഴ ദിവസമാണ്. റോട്ടിലൊക്കെ കാണാനല്ലേ മഴ പെയ്ത് വെള്ളങ്ങളുണ്ട്. വലിയ മഴയല്ല, ചാറ്റൽ മഴയാണ്. എന്നാലും നമുക്ക് ട്രിപ്പൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങാനൊന്നും പറ്റില്ലല്ലോ. നോക്കട്ടെ, ഏതെങ്കിലും മോളുകളിൽ കയറാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പം കയറും. മഴ ഉണ്ട് കേട്ടോ. മഴ കാണുന്നുണ്ടോ? മഴ പെയ്യണ കാണുന്നുണ്ടോ? ഒന്നുകൂടി വലുതാക്കി നോക്കട്ടെ മഴ കാണുന്നുള്ളത്. എന്താ പുറത്തേക്ക് പിടിച്ച കാണാം. അതാ നല്ല മഴ കേട്ടോ. നല്ല മഴ എന്ന് പറയാനുള്ള മഴയല്ല, ചാറ്റിൽ മഴ. എങ്ങനെ 12 മണിയാകുമ്പോഴത്തേന് മഴ കൂടും എന്ന് പറയുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ. ഇങ്ങനെയൊക്കെ ഇറങ്ങേണ്ട ഒത്തിരി ഫാമിലി ആയിട്ട് കണ്ട കോടിയും ഏറ്റവും കുട്ടികളുടെ ഫാമിലി ആയിട്ട് ഇറങ്ങണമൊക്കെ ഉണ്ട്. ഓക്കെ. ചിലർ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്, ചിലർ ഒന്നുമില്ലാതെ ഓടുന്നുണ്ട്. ചാറ്റൽ മഴയാണ്, വലിയ മഴ എന്ന് പറയാനുള്ള ചാറ്റൽ മഴ. റോഡൊക്കെ നനഞ്ഞിട്ടുണ്ട്. ചില ഇടങ്ങളിൽ റോട്ടിലൊക്കെ വെള്ളം കെട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ റോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണുന്നത്. ഓക്കെ. റോഡ് നനഞ്ഞിട്ടുണ്ട്. മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. എൻ്റെ കൈമൊക്കെ വെള്ളത്തുള്ളികളാവുന്നത് കാണാണ്ടോ? കൈമൊക്കെ വെള്ളത്തുള്ളി കണ്ടില്ല. ദൂരെ ചാറിനേ ഉള്ളൂ.
ഈ ചാറ്റിൽ മതി, മുട്ടയിട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇന്നപ്പോൾ ഞങ്ങളുടെ യാത്ര എങ്ങനെയാണ്? ലക്ഷ്യം ഡേ ടു ഡേ എന്ന് പറഞ്ഞ ഇവിടെ ഷോപ്പുണ്ട്. 1 to 20 16 മിനിറ്റ് വാക്കിങ്ങോ? എത്ര 1 കിലോമീറ്റർ ഉണ്ട്? അപ്പോൾ 1 കിലോമീറ്റർ നടക്കാണ്ട്. ഇന്ന് റൂമിൽ ഇരുന്ന് ചടച്ചിട്ട് ഇറങ്ങിയതല്ല, അപ്പോൾ 1 കിലോമീറ്റർ നടക്കുക ചെയ്യാം. അപ്പോൾ എങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക, ഡേ ടു ഡേയിൽ പോവുക, കുറച്ച് എന്തെങ്കിലും അല്ലറ ചില്ലറ പർച്ചേസിങ്. കാരണം വല്ലാണ്ട് വിട്ടുപോകാനും വയ്യ, മഴ പേടിക്കണം നമ്മൾ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് അടുത്ത് കൂടെ തന്നെ ഇങ്ങനെ കറങ്ങുക. നമ്മൾ നേരെ തന്നെ നമ്മളെ റൂമിൻ്റെ പരിസരത്ത് കൂടെ ഒക്കെ നമ്മൾ ഇന്ന് കറങ്ങുക. ഇന്ന് പെയ്ത വെള്ളം ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടടാ. ചില ഏരിയയിൽ ഞങ്ങൾ ഇതുവരെ നടന്നൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഏരിയയിൽ കണ്ട വെള്ളം കെട്ടിക്കണില്ല. ഓക്കെ, അപ്പോൾ ചില ഏരിയയിലൊക്കെ വെള്ളമുണ്ട്. ഇത് ഇന്ന് പെയ്ത മഴയാണ്. അതിന് മാത്രം മഴ ഇവിടെ പെയ്തിട്ടുമില്ല കേട്ടോ. അതായിട്ടൊക്കെ മഴ പെയ്തിട്ടുള്ളൂ. കാലത്ത് രാത്രി നല്ല പെയ്ത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കാലത്ത് ഞങ്ങളൊരു 10-10 നീച്ച തന്നെ. അപ്പോൾ ജനങ്ങൾ കൂടെ നോക്കിയപ്പോൾ മഴ ചാറുന്നുണ്ട്, വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ആ ഷോട്ടൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വാർത്ത പ്രകാരം മൊത്തം മഴയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനിങ് ഒക്കെ ഉപേക്ഷിച്ചു. റൂമിൽ തന്നെ വീഡിയോ എഡിറ്റിങ്ങും കാര്യമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ഒരു മഗ്‌രിബിന് ശേഷം നോക്കുമ്പോൾ നല്ല അന്തരീക്ഷം. എന്നാൽ ഇറങ്ങാച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇന്നലെ നമ്മൾ കയറിയ നൈറ്റ് മാർക്കറ്റാണ്. ഈ നൈറ്റ് മാർക്കറ്റിലൊക്കെ ഇന്നലെ നമ്മൾ കയറിയിരിക്കണം. ഇത് അപ്പുറത്തുള്ള നൈറ്റ് മാർക്കറ്റിലൊന്നുമില്ല, ആ നൈറ്റ് മാർക്കറ്റിലൊന്നുമില്ല കയറിയിരിക്കണം. ഇതിലും കയറിയിരിക്കണം. ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഡേ ടു ഡേ ഉണ്ട്, അങ്ങോട്ടാണ് ഇപ്പോൾ യാത്ര. ഇതൊക്കെ ഇന്നലത്തെ, അതായത് ഇന്നത്തെ മഴയിൽ നിൽക്കുന്ന വെള്ളം കേട്ടോ. അത് ചാരി നിന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് വെള്ളം കാണാൻ പറ്റുന്നുണ്ടോ? ഈ പാർക്കിങ്ങിലൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ നിന്ന് പെയ്തൊക്കെയാണെങ്കിൽ വണ്ടി മൂടും. എന്താ ഇവിടെയൊക്കെ എപ്പോഴും വെള്ളമുണ്ട്, വെള്ളം പോയിട്ടില്ല. ഇതിലൊക്കെ ഉണ്ട് വെള്ളം. ഓക്കെ, പാർക്കിങ്ങിലൊക്കെ വെള്ളമുണ്ട്. ഇപ്പോൾ മഴയൊന്നുമില്ല, നല്ല അന്തരീക്ഷം, നല്ല കാറ്റ്, നടക്കാൻ പറ്റിയ അന്തരീക്ഷം. പക്ഷെ വെള്ളം ഇവിടെയൊക്കെ കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതാ ഡേ ടു ഡേയിലെത്തി. ഓക്കെ, ഇതാണ് ഡേ ടു ഡേ. നമ്മൾ വന്നു, അതാ ഡേ ടു ഡേയിൽ കയറുന്നു. വെറുതെ ഒന്ന് കയറി നോക്കാം. ഞാൻ പറഞ്ഞത് ഇന്ന് കൂടുതൽ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടേ ഇന്ന് നമുക്ക് ഡേ ടു ഡേ ഒക്കെയാണ് പ്ലാനിങ്. നാട്ടിൽ വേണ്ടത് 2 കൂടെ നേരം പായം വേണോ? ഇത് വേണോ? ഇതിന് മാറി കൊടുക്കും മാഡം. അത് നമ്മൾ വണ്ടി തന്നെ. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് എടുത്തോളാം. അന്റെ അടുത്ത് ഉണ്ടായിരുന്നൊക്കെ എവിടെ? അവിടെ ഉണ്ടാവേണ്ടതാണ്. കാരണം ഞാൻ ഇല്ലാണ്ട് യൂസ് ചെയ്യാത്തോണ്ടേ അവിടെ ഒന്നും ഉണ്ടാവില്ല.
Sotto pieces. Jasmine and Lisa! This one is for me. Offer. ലാസ്റ്റിംഗ് One day. One day lasting. Good company, this one, sir. I need only 6 hours. Yeah, you try also. ഇല്ല എത്ര You നേരം want more? I will give you more. give another. ഇവിടെ നമ്മളെ വണ്ടിയുടെ മറ്റേ വണ്ടിയുടെ അതാണ് അത് നമ്മളെ വണ്ടിയാ അത് നിറഞ്ഞു ഇത് നിറഞ്ഞു ഒന്നും എടുക്കാതെ വെറുതെ കയറിയതാണ് ഇത് നിറഞ്ഞു ഒന്നും പേടിക്കാതെ വെറുതെ കയറിയതാണ് സാധനം കഴിഞ്ഞു 12,000 ഉറുപ്പ്യണൊക്കെ എടുക്കാൻ ഇപ്പ എന്ത് തോന്നുന്നു? ഒന്നും തോന്നാനില്ല 12,000 കഴിഞ്ഞു അടുത്തതിൽ അവിടെ വരെ 1 മുതൽ 7 വരെ 1 മുതൽ 7 വരെ അതിലൊന്ന് കയറിയാണത്രേ അതിലും കയറിക്കോളി അല്ല അതിൽ കേറിട്ട് അവിടെ വെക്കും. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ അവിടുത്തെ കാട്ടി വില കുറവുണ്ട് ഇവിടെ നിന്ന് കയറി നോക്കാം വരും പോയി മിഠായി പോകുന്നു ഫുൾ വെള്ളം ഇതിലാണെങ്കിൽ ശരിക്കും വെള്ളം കുടിച്ചതാ മിസ്റ്റർ വിയം അല്ല പൈസ കൊടുത്താ ആ പ്രതിമന്റെ കൂടിയിട്ട് ആ ചക്കൻ്റെ അടിച്ചോളി പ്രതിമക്ക് അതൊന്നും വേണ്ട. പ്രതിമ വെച്ചിട്ടൊക്കെ ആരെ കാണിക്കാനും ഇത് തെറ്റണ്ട നാലോ ഒരാളെ കയറിപ്പ അന്ന് ഞാൻ കല്യാണം വെച്ചു ഇവിടത്തെ ബില്ലത് ഇവിടുത്തെ അവിടുത്തെ ബില്ല് കഴിഞ്ഞിട്ട് ഇപ്പം ഡേ ടു ഡേ ഇവിടെ 1 to 7 ബില്ലാക്കിയിട്ടുണ്ട് ബില്ലാവണേ ഉണ്ട് ഇപ്പോൾ വരും ആ ബില്ല് ഇപ്പോൾ വരും അനു അൻ അപ്പം മക്കളെ ഇവിടെയും പോയി 6,000 അത്ര 5,000 സംതിങ് മൊത്തം 18,000 രൂപ ഗോവിന്ദ എന്നാ പോവാ ഞാനൊക്കെ ഉറുപ്പിൽ വരുന്നത് ഞാൻ ATM കാർഡ് യൂസ് ചെയ്യുന്നുണ്ടോ അതുകൊണ്ടൊക്കെ ഉറുപ്പി എനിക്ക് പോകണം ദീർഘമല്ല പോകണം നോക്കട്ടെ അമ്മ ഒരു കവറും കൂടെ ഉണ്ടായിരുന്നതോ പെട്ടി പൊളിക്കണ പോലെ ആ അളിയൻ കൊണ്ടോണ്ട് അളിയനാ കൊണ്ടോണോന്ന് അത് ഓർമ്മയില്ലാണ്ട് മേടിച്ചാ തോന്നുന്നുണ്ട് ഫോൺ അല്ലാതെ ഇപ്പൊ അതങ്ങനെ കൊണ്ടുപോകോ ഇന്ന് നമുക്ക് പ്ലാനിങ് ഒന്നും ഇല്ലാന്ന് വെറുതെ മഴയാണ് വീട്ടിലിരിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരം 8 മണി ആയിക്കണം ഇറങ്ങിയിട്ട് ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു കേട്ടോ 12 മണി കഴിഞ്ഞുള്ള സൂക്കിൻ്റെ കാര്യം കാണിച്ചാൽ ആൾക്കാർ ഇറങ്ങാണ് 12 മണി കഴിഞ്ഞപ്പോൾ സമയം 12:15 അപ്പോഴും ഇവിടെ റഷ് കണ്ടില്ലേ ഓക്കെ ഇതിൻ്റെ ഈ പോക്കിൽ നമ്മളൊരു 18,000 രൂപ സോഹ അത് വേറെ കുട്ടി
ഈ മഴയാണെങ്കിലും പുറത്തിറങ്ങും. മഴ ആണെങ്കിലും പുറത്ത് ഇറങ്ങാറാ കഷ്ടത്തോടാ. ഇനി ഇതൊക്കെ താങ്ങി പിടിച്ച് നമ്മൾ നാട്ടിലേക്ക് എത്തിക്കണം, അതാ വലിയ കഷ്ടം. പോട്ടെ പോട്ടെ കുഴപ്പമില്ല, പോട്ടെ നടക്കട്ടെ. ഈ വയ എടുക്കണം എന്നെ ഇപ്പൊ എടുക്കണ. അനിയോ താഴത്തേക്ക് നോക്കി നടക്ക്. തിരിച്ച് സമയം 12:45 ഞങ്ങൾ റൂമിലെത്തി. കഴിഞ്ഞ് നടന്ന് എത്ര കിലോമീറ്റർ നടന്നപ്പോ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കിയാൽ 1.5 കിലോമീറ്റർ അല്ലേ, 1.5 കിലോമീറ്റർ അങ്ങോട്ട്, പിന്നെ അവിടുന്ന് അപ്പുറത്തെ കട ഒക്കെ കൂടി അങ്ങോട്ട് തന്നെ 2 കിലോമീറ്റർ, ഇങ്ങോട്ട് 2 കിലോമീറ്റർ, 4 കിലോമീറ്റർ നടന്നു. നമ്മൾ നാട്ടിൽ ഇപ്പം നമ്മൾ നടക്കുമോ? 4 കിലോമീറ്റർ നടക്കല്ലേ, ഇത് ഒരാളെ 8 കിലോ നടക്കരുത്, പിന്നെ 120 കിലോ ഞാൻ തന്നെ ഉണ്ട്. ഇല്ലിക്കോട് പോയി വരുന്നത് അത്ര അറിഞ്ഞതല്ലുള്ളൂ. ഞാൻ ഇന്റെ കാനവും അതിന്റെ കൂടെ കുട്ടീനെ ചുമതല നടക്കണം. ഇല്ലിക്കോട് പോയി വരുന്നേ. ഇതിന് ചുമക്കണമെങ്കിൽ ഒരു 4 ആളെ ചുമക്കണ അഭ്യാസം വേണം. ഇല്ലിക്കോട്ടേക്ക് പോയി വരണേ. ഓർക്ക് എന്താ ദാഹം? ഞാനാണ് പണിയെടുക്കുന്നത്, ഓർക്ക് ദാഹം. എന്തേ നമ്മള് സാധാരണ ഇതിലേറെ നടക്കലില്ലേ? അതിപ്പോ ഷാബാക്കാനൊക്കെ പോയപ്പോ അനുവിന് ഒന്നും മേടിച്ചിട്ടില്ല. അനിയോ എനിക്കൊന്നും അനുവിനെ അതൊക്കെ മേടിച്ചു, ഞാൻ ഒന്നും കൊടുത്തരൂല. ഇറങ്ങി 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 ഒരു സാധനം എന്ന് കൊടുക്കുക. അവരൊക്കെ അവിടെ തന്നെ